തിരുവാതിര നക്ഷത്രം രുദ്രന്റെ അംശമാണ്. സംഹാരവും പുനർനിർമ്മാണവും ഒരേപോലെ ഈ നക്ഷത്രത്തിന്റെ പ്രത്യേകതയാണ്. അതുകൊണ്ട് തന്നെ ഈ ഏപ്രിൽ മാസത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ അവസാനിക്കുന്നതായും മറ്റു ചിലത് പുതിയ രൂപത്തിൽ ഉദയം ചെയ്യുന്നതായും അനുഭവപ്പെടാം. നാം ഈ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത് 2026 ഏപ്രിൽ മാസത്തെക്കുറിച്ചാണ്. ഈ കാലഘട്ടത്തിൽ പ്രപഞ്ചം വലിയൊരു സംക്രമണത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഏപ്രിൽ പകുതിയോടെ സൂര്യൻ ഉച്ചസ്ഥനായി മേടം രാശിയിലേക്ക് പ്രവേശിക്കുന്നത് എല്ലാ നക്ഷത്രക്കാരെയും പോലെ തിരുവാതിരക്കാരിലും കാര്യമായ ചലനങ്ങൾ സൃഷ്ടിക്കും. എന്നാൽ ഇത് പൂർണ്ണമായും ഗുണകരമാണോ പൂർണ്ണമായും ദോഷകരമാണോ എന്ന് പറയാനാവില്ല. മറിച്ച് നിങ്ങളുടെ കഴിഞ്ഞകാല പ്രവർത്തികളെയും നിലവിലെ തീരുമാനങ്ങളുടെയും അടിസ്ഥാനത്തിൽ ഫലങ്ങൾ മാറിമറിയുന്ന ഒരു മിശ്രിത കാലയളവായി ഇതിനെ കാണാം. തിരുവാതിര നക്ഷത്രക്കാർ പൊതുവെ ബുദ്ധിശാലികളും കഠിനാധ്വാനികളുമാണ്. എന്നാൽ പലപ്പോഴും വികാരങ്ങൾക്ക് അടിപ്പെട്ട് എടുത്തുചാടി തീരുമാനങ്ങൾ എടുക്കുന്ന പ്രവണത ഇവരിൽ കാണാറുണ്ട്. 2026 ഏപ്രിലിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഈ സ്വഭാവത്തെയാണ്. ഗ്രഹങ്ങളുടെ ഗതി സൂചിപ്പിക്കുന്നത് ഈ മാസം നിങ്ങളുടെ ക്ഷമ പരീക്ഷിക്കപ്പെടുന്ന നിരവധി സന്ദർഭങ്ങൾ ഉണ്ടാകുമെന്നാണ്. തൊഴിൽ മേഖലയിലായാലും കുടുംബത്തിലായാലും പ്രതികരണത്തെക്കാൾ പ്രവൃത്തിക്ക് മുൻഗണന നൽകേണ്ട സമയമാണിത്. അനാവശ്യമായ ആത്മവിശ്വാസം പലപ്പോഴും പരാജയത്തിലേക്ക് നയിച്ചേക്കാമെന്നതിനാൽ ഓരോ ചുവടും അളന്നു തൂക്കി വെക്കേണ്ടതുണ്ട്. സാമ്പത്തിക കാര്യങ്ങളിൽ 2026 ഏപ്രിൽ മാസം ഒരു അമിത പ്രതീക്ഷ നൽകുന്ന ഒന്നല്ല. എങ്കിലും കൃത്യമായ ആസൂത്രണം ഉണ്ടെങ്കിൽ പ്രതിസന്ധികളെ മറികടക്കാം. കടബാധ്യതകൾ തീർക്കാൻ അനുകൂലമായ സാഹചര്യം ഒരുങ്ങുമെങ്കിലും പുതിയ ബാധ്യതകൾ ഏറ്റെടുക്കുന്നത് ഗുണകരമാവില്ല. വിഷുബലത്തെക്കുറിച്ച് പറയുമ്പോൾ അത് നിങ്ങൾക്ക് നൽകുന്നത് വരാനിരിക്കുന്ന ഒരു വർഷത്തെക്കുറിച്ചുള്ള കൃത്യമായ സൂചനകളാണ്. തടസ്സങ്ങൾ പൂർണ്ണമായി മാറുമെന്ന വാഗ്ദാനത്തെക്കാൾ തടസ്സങ്ങളെ എങ്ങനെ ബുദ്ധിപൂർവ്വം നേരിടാമെന്ന പാഠമാണ് ഈ വിഷുക്കാലം നിങ്ങളെ പഠിപ്പിക്കുന്നത്. ആരോഗ്യപരമായും മാനസികമായും ഈ മാസം ചില വെല്ലുവിളികൾ ഉയർത്തുന്നുണ്ട്. മനസ്സിന്റെ ചഞ്ചലത നിയന്ത്രിക്കാൻ സാധിച്ചാൽ മാത്രമേ ഈ മാസത്തെ വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയൂ. ജ്യോതിഷം ഒരു വഴികാട്ടിയാണ്. അത് പ്രതിസന്ധികളെ മുൻകൂട്ടി കാണിച്ചു തരുന്നു. ആ തിരിച്ചറിവോടെ ജാഗ്രത പാലിച്ചാൽ ദോഷഫലങ്ങളുടെ ആഘാതം കുറയ്ക്കാനും അനുകൂല സാഹചര്യങ്ങളെ പ്രയോജനപ്പെടുത്താനും നിങ്ങൾക്ക് സാധിക്കും. ഈ വീഡിയോയിലൂടെ നാം നോക്കുന്നത് കരിയർ, സാമ്പത്തികം, കുടുംബം, ആരോഗ്യം, ജാഗ്രത പാലിക്കേണ്ട കാര്യങ്ങൾ, പരിഹാരങ്ങൾ എന്നിവയെക്കുറിച്ചാണ്. സർക്കാർ ഉദ്യോഗസ്ഥർക്കും സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്നവർക്കും ജോലിഭാരം വർദ്ധിക്കും. 10ാം ഭാവത്തിലെ ശനി നിങ്ങളുടെ ക്ഷമയെ പരീക്ഷിച്ചേക്കാം. എന്നാൽ നിങ്ങളുടെ കഠിനാധ്വാനം മേലുദ്യോഗസ്ഥരാൽ അംഗീകരിക്കപ്പെടും. ഏപ്രിൽ 14 ശേഷമുള്ള കാലയളവിൽ സ്ഥാനക്കയറ്റത്തിനോ ശമ്പള വർധനവിനോ ഉള്ള സാധ്യതകൾ തെളിയുന്നു. വിദേശത്ത് ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഈ മാസം അനുകൂലമായ വാർത്തകൾ ലഭിക്കും. വിസ സംബന്ധമായ തടസ്സങ്ങൾ നീങ്ങിക്കിട്ടും. പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഏപ്രിൽ 2ാം വാരം മുതൽ നല്ല സമയമാണ്. പങ്കാളിത്ത കച്ചവടത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർ വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകേണ്ടി വരും. സാങ്കേതിക മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് അപ്രതീക്ഷിത ലാഭം പ്രതീക്ഷിക്കാം. ദീർഘകാലമായി ജോലി അന്വേഷിക്കുന്നവർക്ക് തൃപ്തികരമായ ഒരു ജോലി ഈ മാസം ലഭിക്കാൻ സാധ്യതയുണ്ട്. അഭിമുഖങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കും. വരുമാന സ്രോതസ്സുകൾ വർദ്ധിക്കും. പഴയ കുടിശ്ശികകൾ തിരികെ ലഭിക്കാൻ സാധ്യതയുണ്ട്. കുടുംബസ്വത്തിൽ നിന്നുള്ള വരുമാനം പ്രതീക്ഷിക്കാം. വരുമാനം കൂടുന്നതിനൊപ്പം അനാവശ്യ ചെലവുകളും വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. ആഡംബര വസ്തുക്കൾക്കായി പണം ചെലവഴിക്കുന്നത് നിയന്ത്രിക്കണം. ഓഹരി വിപണിയിലോ ലോട്ടറിയിലോ പണം നിക്ഷേപിക്കുമ്പോൾ അതീവ ജാഗ്രത വേണം. ഭൂമി ഇടപാടുകൾ നടത്തുമ്പോൾ രേഖകൾ കൃത്യമായി പരിശോധിക്കുക. ചിട്ടികൾ, ഇൻഷുറൻസ് എന്നിവയിൽ നിക്ഷേപിക്കുന്നത് ഭാവിയിലേക്ക് ഗുണകരമാകും. ദമ്പതികൾക്കിടയിൽ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം. അനാവശ്യമായ സംശയങ്ങളും വാദപ്രതിവാദങ്ങളും ഒഴിവാക്കുക. പങ്കാളിയുടെ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധ വേണം. മാസത്തിന്റെ 2ാം പകുതിയോടെ ദാമ്പത്യ ജീവിതത്തിൽ കൂടുതൽ ഇണക്കം അനുഭവപ്പെടും. പ്രണയിതാക്കൾക്ക് ഈ മാസം അനുകൂലമാണ്. വിവാഹ കാര്യങ്ങളിൽ തീരുമാനമാകാൻ സാധ്യതയുണ്ട്. മാതാപിതാക്കളുടെ അനുഗ്രഹം എല്ലാ കാര്യങ്ങളിലും ഉണ്ടാകും. മക്കളുടെ വിദ്യാഭ്യാസ കാര്യത്തിലോ വിവാഹ കാര്യത്തിലോ ശുഭകരമായ തീരുമാനങ്ങൾ കൈക്കൊള്ളും. ബന്ധുക്കളുമായി നിലനിന്നിരുന്ന തർക്കങ്ങൾ പരിഹരിക്കപ്പെടും. വീട്ടിൽ മംഗളകർമ്മങ്ങൾ നടക്കാൻ സാധ്യതയുണ്ട്. ഉദരസംബന്ധമായ അസുഖങ്ങളോ സന്ധിവേദനയ്ക്കോ സാധ്യതയുണ്ട്. ഭക്ഷണക്രമത്തിൽ നിയന്ത്രണം പാലിക്കുക. യാത്രകളിൽ അമിത വേഗത ഒഴിവാക്കുക. അമിതമായ ജോലിഭാരം കാരണം മാനസിക സമ്മർദ്ദം അനുഭവപ്പെടാം. ഇടയ്ക്കിടെ ഏകാന്തത ആഗ്രഹിക്കുമെങ്കിലും കുടുംബാംഗങ്ങളുമായി സമയം ചെലവഴിക്കുന്നത് മനസ്സിന് സന്തോഷം നൽകും. ധ്യാനം, യോഗ എന്നിവ ശീലിക്കുന്നത് മാനസിക സമാധാനത്തിന് സഹായിക്കും. 2026 വിഷു തിരുവാതിര നക്ഷത്രക്കാർക്ക് ഐശ്വര്യദായകമാണ്. മേടമാസത്തിലെ സൂര്യന്റെ ഉച്ചസ്ഥിതി നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും. കഴിഞ്ഞ കുറച്ചു കാലമായി അനുഭവിച്ചിരുന്ന തടസ്സങ്ങൾ നീങ്ങിത്തുടങ്ങും. സമൂഹത്തിൽ മാന്യതയും അംഗീകാരവും ലഭിക്കും. പുതിയ വീട് പണിയാനോ വാഹനം വാങ്ങാനോ ഉള്ള ശ്രമങ്ങൾ ഈ വിഷുവിന് ശേഷം വിജയിക്കും. കാർഷിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് മികച്ച വിളവും ലാഭവും ലഭിക്കുന്ന വർഷമായിരിക്കും ഇത്. സംസാരിക്കുമ്പോൾ നിയന്ത്രണം പാലിക്കണം. നിങ്ങളുടെ വാക്കുകൾ മറ്റുള്ളവരെ വേദനിപ്പിക്കാനോ തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കാനോ ഇടയുണ്ട്.
പ്രധാനപ്പെട്ട കരാറുകളിലോ പ്രമാണങ്ങളിലോ ഒപ്പുവെക്കുമ്പോൾ 2 തവണ വായിച്ചു നോക്കുക. ആർക്കും ജാമ്യം നിൽക്കാനോ വലിയ തുക കടം കൊടുക്കാനോ ഈ മാസം മുതിരരുത്. വിദ്യാർത്ഥികൾക്ക് ഈ മാസം പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കും. മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് കഠിനാധ്വാനം ചെയ്താൽ മികച്ച വിജയം നേടാം. ഉപരിപഠനത്തിനായി വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ ഉത്തരവുകൾ ലഭിക്കും. കലാരംഗത്തുള്ള വിദ്യാർത്ഥികൾക്ക് പുതിയ അവസരങ്ങൾ കൈവരും. മാസാവസാനം നടത്തുന്ന യാത്രകൾ കൂടുതൽ ഗുണകരമാകും. രാഷ്ട്രീയത്തിലോ സാമൂഹിക സേവനത്തിലോ ഉള്ളവർക്ക് ജനപിന്തുണ വർദ്ധിക്കും. പുതിയ സുഹൃത്ത് ബന്ധങ്ങൾ സ്ഥാപിക്കപ്പെടും. കണ്ണുനീർ തുള്ളി പോലെ വിവേകമുള്ള, വജ്രം പോലെ ദൃഢമായ, ശിവന്റെ താണ്ഡവം പോലെ ഊർജ്ജസ്വലമായ ഒരു നക്ഷത്രമാണ് തിരുവാതിര. അത് കേവലം ഒരു ജന്മനക്ഷത്രമല്ല, മറിച്ച് പ്രപഞ്ചത്തിന്റെ ഗഹനമായ രഹസ്യങ്ങളിലേക്കുള്ള ഒരു വാതിലാണ്. ആകാശത്തിന്റെ നെറുകയിൽ ആ വേട്ടക്കാരന്റെ ചുമലിൽ നോക്കുമ്പോൾ നാം കാണുന്നത് വെറുമൊരു പ്രകാശമല്ല, മറിച്ച് കോടിക്കണക്കിന് വർഷങ്ങളുടെ പരിണാമവും വരാനിരിക്കുന്ന വലിയൊരു മാറ്റത്തിന്റെ സൂചനയുമാണ്. തിരുവാതിര നക്ഷത്രം രുദ്രന്റെ സ്വാധീനമുള്ള ഒന്നായതുകൊണ്ട് തന്നെ ഇതിന്റെ ഊർജം പലപ്പോഴും വളരെ തീക്ഷ്ണമായിരിക്കും. ഈ തീക്ഷ്ണതയെ പോസിറ്റീവ് ഊർജമാക്കി മാറ്റാൻ ചില ആത്മീയവും പ്രായോഗികവുമായ പരിഹാരങ്ങൾ നമ്മുടെ പുരാണങ്ങളും ജ്യോതിഷ പാരമ്പര്യവും നിർദ്ദേശിക്കുന്നുണ്ട്. മാസത്തിലൊരിക്കൽ ജന്മനക്ഷത്ര ദിവസം ശിവക്ഷേത്രത്തിൽ രുദ്രാഭിഷേകമോ ധാരയോ നടത്തുന്നത് മനസ്സിനും ശരീരത്തിനും ശാന്തി നൽകും. ഓം നമഃശിവായ എന്ന മന്ത്രം നിത്യവും 108 തവണ ജപിക്കുന്നത് നക്ഷത്രത്തിന്റെ ദോഷഫലങ്ങൾ കുറയ്ക്കാൻ സഹായിക്കും. കഠിനമായ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നവർ മഹാമൃത്യുഞ്ജയ മന്ത്രം ജപിക്കുന്നത് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും. തിരുവാതിരയുടെ നക്ഷത്രാധിപൻ രാഹു ആയതിനാൽ രാഹുവിനെ പ്രീതിപ്പെടുത്തുന്നത് തടസ്സങ്ങൾ മാറാൻ സഹായിക്കും. മണ്ണാർശാല പോലുള്ള സർപ്പക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നതോ നാഗദൈവങ്ങൾക്ക് 100 പാലും സമർപ്പിക്കുന്നതോ നല്ലതാണ്. ശനിയാഴ്ചകളിൽ ജന്മനക്ഷത്ര ദിവസങ്ങളിലോ രാഹുകാലത്ത് ദേവീക്ഷേത്രത്തിൽ ഭദ്രകാളിക്കോ ദുർഗയ്ക്കോ നെയ്വിളക്ക് കത്തിക്കുന്നത് രാഹുദോഷം കുറയ്ക്കാൻ സഹായിക്കും. ധനുമാസത്തിലെ തിരുവാതിര വ്രതം ഈ നക്ഷത്രക്കാർക്ക് അതീവ വിശേഷമാണ്. ഇത് കുടുംബ ഭദ്രതയ്ക്കും ദീർഘായുസ്സിനും ഉത്തമമാണ്. ആഴ്ചയിലൊരിക്കൽ തിങ്കളാഴ്ച വ്രതം അനുഷ്ഠിക്കുന്നത് വൈകാരികമായ അസ്വസ്ഥതകൾ കുറയ്ക്കാൻ സഹായിക്കും. തിരുവാതിരയുടെ അടയാളം കണ്ണുനീർ തുള്ളിയാണ്. മറ്റുള്ളവരുടെ കണ്ണുനീർ തുടയ്ക്കുന്നത് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വലിയ പുണ്യം കൊണ്ടുവരും. അനാഥർക്കോ ദരിദ്രർക്കോ ഭക്ഷണം നൽകുക, രോഗികൾക്ക് മരുന്നിനോ ചികിത്സയ്ക്കോ സഹായം നൽകുന്നത് രാഹുവിന്റെയും രുദ്രന്റെയും കാഠിന്യം കുറയ്ക്കാൻ സഹായിക്കും. പെട്ടെന്ന് ദേഷ്യം വരുന്ന പ്രകൃതക്കാരായതിനാൽ ധ്യാനം, പ്രാണായാമം എന്നിവ ശീലിക്കുന്നത് ഗുണകരമാണ്. തർക്കങ്ങളിൽ ഏർപ്പെടുന്നത് ഒഴിവാക്കുക. വാക്കുകൾ കൊണ്ട് മറ്റുള്ളവരെ വേദനിപ്പിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. ആർദ്ര എന്ന പേരിനർത്ഥം നനവുള്ളത് എന്നതാണ്. അതുകൊണ്ട് ധാരാളം വെള്ളം കുടിക്കുന്നതും പ്രകൃതിയുമായി ഇണങ്ങി ജീവിക്കുന്നതും ഇവരുടെ ഊർജ്ജത്തെ ക്രമീകരിക്കും. തിരുവാതിരക്കാർ കറുപ്പ്, ഇരുണ്ട നീല എന്നീ നിറങ്ങൾ അമിതമായി ഉപയോഗിക്കുന്നത് ഒഴിവാക്കുന്നത് നന്നായിരിക്കും. വെളുപ്പ്, ഇളം പച്ച എന്നീ നിറങ്ങൾ ഇവർക്ക് മനഃശാന്തി നൽകും. രത്നങ്ങൾ ധരിക്കാൻ ആഗ്രഹിക്കുന്നവർ ജ്യോതിഷ നിർദ്ദേശപ്രകാരം മാത്രം ഗോമേതകം ധരിക്കുക. എങ്കിലും പൊതുവെ മുത്തോ പവിഴമോ ധരിക്കുന്നത് മനസ്സിനെ ശാന്തമാക്കാൻ സഹായിക്കാറുണ്ട്. തിരുവാതിര നക്ഷത്രക്കാർക്ക് 2026 ഏപ്രിൽ മാസം ഒരു പരീക്ഷണ ഘട്ടമാണെങ്കിലും ആത്മവിശ്വാസത്തോടെയും ഈശ്വര ചിന്തയോടെയും മുന്നേറിയാൽ വലിയ നേട്ടങ്ങൾ സ്വന്തമാക്കാൻ സാധിക്കും. ശനിയുടെ കർമ്മഭാവത്തിലുള്ള സ്ഥിതി നിങ്ങളെ പക്വതയുള്ളവരാക്കും. വിഷുവിന് ശേഷമുള്ള കാലം സാമ്പത്തികമായും തൊഴിൽപരമായും പുതിയ ഉയരങ്ങൾ കീഴടക്കാൻ നിങ്ങളെ സഹായിക്കും.